കൂട്ടുകാരെ, ബീബീസ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് മസാല ദോശയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഇത് 3 ഗ്ലാസ് പച്ചരി 2 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചതാണ്. 1 സ്പൂൺ ഉലുവ, 1 ഗ്ലാസ് ഉഴുന്ന്, 1 സ്പൂൺ കടലപ്പരിപ്പ്, 1 ശകലം ചോറ്. ഇത് അരച്ചുകൊണ്ട് വരാം. ഞാൻ അരി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് 8 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് നന്നായിട്ട് പൊളിച്ച് പൊങ്ങി വരുന്നത്. 5 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കണം. മസാല ദോശക്കുള്ള മസാല ശരിയാക്കാൻ പോവുകയാണ്. കിഴങ്ങ് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ചത്, പച്ചമുളക്, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, ഗരം മസാല, മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി. ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 ശകലം കടുകിട, പിന്നെ ഇതിനകത്തോട് മറ്റുള്ള എല്ലാ സാധനങ്ങളും ഒന്നിക്കണം. ശകലം ഉപ്പിടാം. ഇത് ചെറുതായി വഴറ്റി വരുന്നത് വരെ ഇളക്കാം. നമുക്കെണ്ണ വഴന്നാൽ മതി. മുളക് പൊടി, മസാലപ്പൊടി എല്ലാം ഇടുകയാണ്. നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഇളക്കാം. പച്ചമണം മാറി നമുക്കിനകത്ത് കിഴങ്ങിടാം. നമുക്കിത് നന്നായിട്ട് യോജിപ്പിക്കാം. നമുക്ക് ഇതിനകത്തോട്ട് ശകലം തേങ്ങാപ്പാൽ ഒഴിക്കുക. ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കാതിരിക്കാനാണിത്. പച്ചവെള്ളം ഒന്നും ഒഴിക്കരുത്. ഇത് തേങ്ങാപ്പാൽ വെച്ച് നല്ല ടേസ്റ്റാണ്. ഇത് നന്നായിട്ട് ഞാൻ കുഴച്ച് വെച്ച് ഇനിയിപ്പോൾ മസാല ശരിയായി. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇന്നലെ അരച്ച് വെച്ച മാവാണ്, രാത്രിയിൽ അരച്ച് വെച്ചതാണ്. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഉപ്പ് ചേർത്ത് വെക്കാം. ഈ പരുവത്തിലാണ് മാവ് വേണ്ടത്. അങ്ങനെ സ്വാദിഷ്ടമായ മസാല ദോശ റെഡിയായി. കിടിലൻ ടേസ്റ്റിൽ മസാല ദോശ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക.